ഈ നമ്മൾ ഹമാസിൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഇറാനും ഹമാസും ഹിസ്ബുള്ളയൊക്കെ ഭൂമിക്കടിയിലാണ് സൈനിക സന്നാഹങ്ങൾ മുഴുവൻ. അടുത്തിടയ്ക്ക് ഇറാൻ അവരുടെ ഭൂഗർഭ മിസൈൽ താവളങ്ങൾ ഒരു വീഡിയോ വഴി പുറത്തുവിട്ടു. ഇന്ത്യയും ഇപ്പോൾ ഭൂമിക്കടിയിൽ ആയുധശേഖരം, ആയുധക്കലവറ മാത്രമല്ല വലിയ നാവികത്താവളം വരെ ഉണ്ടാക്കുന്നു എന്ന് കേൾക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ അറിയാമോ? ഇത് ആന്ധ്രയില് വിശാഖപട്ടണത്ത് നേവിയുടെ കിഴക്കൻ ഈസ്റ്റേൺ നേവൽ കമാൻഡിന് തെക്ക് റംപിള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഭൂഗർഭ നാവിക താവളം വരാൻ പോകുന്നത്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 ഈ അന്തർവാഹിനികൾ, ആണവ അന്തർവാഹിനികൾ പണിയുന്ന പദ്ധതിയുണ്ട്. 3 എണ്ണം തീർന്നു. അവ പ്രവർത്തിക്കുന്നത് നാലാമത്തത് പണി നടക്കുന്നുണ്ട്. അത് INS അരിഹന്ത്, അരിദമൻ, അരിഘാട്ട് 4മത്തത് പണി നടക്കുന്നുണ്ട്. അത് ആണവോർജം വഴിയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയർ സബ്മറൈനാണ്. അപ്പോൾ ഈ ന്യൂക്ലിയർ സബ്മറൈൻ എന്നൊക്കെ പറയുമ്പോൾ വലിയ ചെലവുള്ള പരിപാടിയാണ്. മൊത്തം 90,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഇത്. അപ്പോൾ സീരീസിൽ അതെ, അതിൻ്റെ അകത്ത് വലിയ മിസൈലുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപഗ്രഹങ്ങൾ, മറ്റ് രാജ്യങ്ങളുടെയൊക്കെ ഉപഗ്രഹങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് പ്ലാനറ്റ് ലാബ്സ് ഒക്കെ ഇപ്പോൾ അമേരിക്ക തന്നെ ഡിഗോ ഗാർഷ്യയിൽ ബോംബറുകൾ 6 കൊണ്ട് നിർത്തിയപ്പോൾ ലോകം അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാനറ്റ് ലാബ്സിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ വന്നു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ അപ്പുറത്തുമൊക്കെ പല കാര്യങ്ങളും ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ അപ്പോഴും ഒക്കെ പ്ലാനറ്റ് ലാബ്സിന്റെ ചിത്രങ്ങൾ വെച്ചിട്ടാണ് അറിയുക. അങ്ങനെ ഉപഗ്രഹങ്ങൾ നമ്മുടെ ഈ അന്തർവാഹിനികൾ എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരെണ്ണം നഷ്ടപ്പെട്ടാൽ തന്നെ വലിയ എത്ര കാലം കൊണ്ടാണ് ആ നഷ്ടം തിരിച്ചു പിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഉപഗ്രഹങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഈ കടലിൻ്റെ അടിയിൽ കിടക്കുന്ന അന്തർവാഹിനികൾ അങ്ങനെ തന്നെ ഭൂമിയുടെ അടിയിൽ അതിന് നങ്കൂരമിടാൻ കഴിയുന്ന രീതിയിലുള്ള താവളമാണ് ഈ രമ്പിള്ളി എന്ന് പറഞ്ഞ ആന്ധ്രയിലെ സ്ഥലത്ത്. നമ്മൾ അതിൻ്റെ 1 ദശകമായിട്ട് പണി നടക്കുകയാണ്. 10 കൊല്ലമായി. കാരണം ഇത് ഒരു എൻജിനീയറിംഗ് ടെക്നിക്കൽ ചാലഞ്ചാണ്, ഏറ്റവും വിസ്മയമാണ്. അപ്പോൾ അതുകൊണ്ട് ഭൂമിയുടെ അടിയിൽ അത് ചെയ്തിട്ട് കടലിൽ നിന്ന് നേരെ വേണമെങ്കിൽ റിപ്പയറിനോ ഒക്കെ അകത്തേക്ക് തന്നെ ചെയ്യാവുന്ന വിധത്തിലാണ്. വെള്ളവും കയറാൻ പാടില്ലല്ലോ ആ സ്ഥലത്തേക്ക്. അങ്ങനെയാണ് രമ്പിള്ളിയിൽ ചെയ്തിരിക്കുന്നത്. അടുത്ത കൊല്ലം അത് കമ്മീഷൻ ചെയ്യും. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ തുറമുഖത്തേക്ക് നങ്കൂരം ഇടുമ്പോഴും ഇത് മുങ്ങി തന്നെയാണ് ഇരിക്കുക എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ പാകിസ്ഥാന് അല്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. തുറമുഖത്ത് വന്ന് റംപിള്ളിയിലെ അണ്ടർഗ്രൗണ്ട് ബർത്തിൽ നങ്കൂരം ഇടുമ്പോഴും മുങ്ങിക്കപ്പൽ മുങ്ങി തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ അതിന് അത്രമാത്രം ആഴമുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ സംഭവം. ശരിക്കും ഒരു മാർവലായിരിക്കും അത് എൻജിനീയറിങ്. നമ്മൾ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനും ചൈനയും ഒക്കെ ഇത് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി, പാകിസ്ഥാൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ചൈനയുടെ ഒരു ഉപഗ്രഹമാണത്. അപ്പോൾ ചൈന പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അവർ നമുക്കെതിരെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കിട്ടൊക്കെ പണി. വിശാഖപട്ടണം കടലിൽ നമ്മൾ തകർത്ത പാകിസ്ഥാൻ്റെ ഒരു അന്തർവാഹിനി കിടപ്പുണ്ട്. അതെ, മറ്റേ ഖാസി. നമ്മുടെ ചില അന്തർവാഹിനികൾക്കും ഇടയ്ക്ക് ചില പണി കിട്ടിയിട്ട് കുറെ കാലം റിപ്പയറിലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ചേംബറിൽ സ്ഫോടനം ഉണ്ടായി. അതെ, അതിൻ്റെ ശരിക്കുള്ള വിശദാംശങ്ങളൊന്നും അങ്ങനെ വെളിപ്പെടുത്തിയിട്ടില്ല. വലിയ സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവര് പാകിസ്ഥാൻ ഫസ്റ്റ് യൂസ് ന്യൂക്ലിയർ പോളിസിയാണ് അവർക്ക്. നമുക്ക് അങ്ങനെ ഉള്ളതായിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ പാകിസ്ഥാനിനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഫെസിലിറ്റി 10 കൊല്ലമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അന്തർവാഹിനി ഒന്നാമത് നമ്മളിനി വിമാനവാഹിനികൾ, മറ്റേ ബിപിൻ റാവത്ത് മരിച്ചുപോയല്ലോ, സംയുക്ത സേനാ മേധാവി. അദ്ദേഹം തന്നെ പ്രതിരോധ വകുപ്പിൻ്റെ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളത് ഈ വിമാനവാഹിനികൾ ഇനി നമ്മൾ അധികം പണിയാൻ പോകരുത്.
വിമാനവാഹിനികളും മുകളിലായതുകൊണ്ട് അത് എങ്ങനെ വേണമെങ്കിലും മിസൈലുകൾക്ക് ആക്രമിച്ച് തകർക്കാം. ചെലവ് വളരെ വലുതുമാണ് അതിന്. അതിലും നല്ലത് ഈ അന്തർവാഹിനി പദ്ധതികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇന്ത്യയും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സംരക്ഷിക്കേണ്ട കാര്യവും ഉണ്ട് നന്നായിട്ട്. അപ്പോൾ മറ്റ് യുദ്ധക്കപ്പലുകളും ഈ അന്തർവാഹിനികളും മാത്രമല്ല, അതിന് മുൻഗണന ഉണ്ടെങ്കിലും മറ്റ് യുദ്ധക്കപ്പലുകൾക്കും ഈ റമ്പിള്ളിയിലെ ഈ താവളത്തിൽ വരാം. അപ്പോൾ ഒരു മൾട്ടിപർപ്പസ് ട്വിൻ യൂസ് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇന്ത്യ സമുദ്രത്തിൽ ചൈനയെ തടയുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ചൈന ഈ ഗവേഷണ കാര്യങ്ങൾക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കപ്പലുകളൊക്കെ വരാറുണ്ട്. ഗവേഷണ കാര്യങ്ങൾക്കെന്ന് പറയുമ്പോൾ ആരും ശല്യപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല, ചൈനയുടെ ഒരു സ്റ്റേഷൻ കടലിൻ്റെ അടിയിൽ വരാൻ പോകുന്നുണ്ട്. അത് വേറെ ചർച്ച നമ്മൾ ചെയ്യേണ്ട വിഷയമാണത്. അതിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 പേരെ പാർപ്പിക്കുന്ന, 6 ശാസ്ത്രജ്ഞന്മാരെ പാർപ്പിക്കുന്ന. കാരണം ഇനി ഈ കടലിൻ്റെ അടിയിൽ നിന്ന് എണ്ണ ഖനനം ചെയ്യാനുള്ളൊരു പദ്ധതിയിലേക്ക് ചൈന പോവുകയാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റേഷൻ വരുന്നതിൻ്റെ റിപ്പോർട്ടുകൾ ഇതിൻ്റെ കൂടെ ഡിഫൻസ് ജേർണലുകളിൽ കാണുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കർണാടകയിലുള്ള കാർവാർ താവളം അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടിയുമുണ്ട്. കാർവാർ താവളം എന്ന് പറയുന്നത് 25 കിലോമീറ്റർ വിസ്തൃതിയുള്ളതാണ്. 50 യുദ്ധക്കപ്പലുകൾക്ക് വരെ അവിടെ ദൂരമിടാം കാർവാർ. അപ്പോൾ നമ്മൾ ഇത്ര വലിയ സന്നാഹങ്ങളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ 2 കാര്യങ്ങളും ഈ തെക്കേ ഇന്ത്യയിൽ നടക്കുന്നത്. റാംപിള്ളി ഈ വിശാഖപട്ടണത്തെ ഈസ്റ്റേൺ കമാൻഡിൻ്റെ ആസ്ഥാനത്ത് നിന്ന് 50 കിലോമീറ്റർ ആണ് ദൂരം. ഭൂഗർഭ തുരങ്കങ്ങളുണ്ട്. ഇതിൻ്റെ ഒന്നും ചിത്രം ലഭ്യമല്ല. ഭൂഗർഭ തുരങ്കങ്ങളൊക്കെ ഈ താവളത്തിലുണ്ട്. ആരും കാണാതെ, അന്തർവാഹിനികൾക്ക്, ഉപഗ്രഹങ്ങൾ കാണാതെ ഇവയ്ക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കാനും തിരിച്ചു വരാനും പറ്റും. ചാരോപഗ്രഹങ്ങൾ കാണാതെ. എന്നിട്ട് അങ്ങനെ മലാക്ക ഉൾക്കടലിലേക്ക് ഇവയ്ക്ക് പോകാം. മലാക്ക ഉൾക്കടൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചൈന കൂടുതലും കച്ചവടത്തിന് ഉപയോഗിക്കുന്ന സ്ട്രെയിറ്റ് ആണ് മലാക്ക സ്ട്രെയിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടിൽ മലാക്ക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചൈനയായിട്ട് ബന്ധിപ്പിച്ചിരുന്നില്ല. പക്ഷെ അത് ശരിക്കും ചൈനയെ ഉദ്ദേശിച്ച് തന്നെയാണത്. അപ്പോൾ INS അരിധമൻ 7000 ടണ്ണുള്ള പുതിയ ന്യൂക്ലിയർ സബ്മറൈനാണ്. അത് ഈ വർഷം കമ്മീഷൻ ചെയ്യും അരിധമൻ. അതിൽ പിന്നെ ഇതിനെല്ലാം കൂടി പ്രോജക്റ്റ് വർഷ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ ഭൂഗർഭ താവളങ്ങൾ ഉണ്ടാക്കുന്നതിന് റാംപിള്ളി താവളം അതിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞു. പിന്നെ പ്രോജക്റ്റ് സീ ബേർഡ് എന്ന് പറഞ്ഞ പദ്ധതിയിലാണ് കാർവാർ താവളം. ഇത് ഈ പരിസ്ഥിതിയുടെയും സാങ്കേതികതയുടെയും വെല്ലുവിളികളൊക്കെ കടന്നു കയറി അതിജീവിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ പ്രോജക്റ്റ് സീ ബേർഡിൻ്റെ 2ാം ഘട്ടം നടക്കുന്നു. അതിലാണ് ഈ കാർവാറിലെ കൂടുതൽ യുദ്ധക്കപ്പലുകൾക്ക് താവളം ഒരുങ്ങാൻ വരുന്നത്. ഇന്നർ ഹാർബർ അത് റെഡിയായി. കാർവാറിലെ അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ട് ഔട്ടർ ഹാർബറിൻ്റെ പണി നടക്കുന്നു. ഈ പറഞ്ഞ പോലെ INS അരിധമാൻ 7000 ടൺ 3ാമത്തെ അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈൽസ് അതിൽ ഉണ്ട്. കൂടുതൽ K4 മിസൈലുകൾ അതിൻ്റെ അകത്ത് വഹിക്കാൻ കഴിയും. മുമ്പത്തേതിലൊക്കെ വഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ വഹിക്കാം. 3500 കിലോമീറ്റർ അതിന് ദൂരം സഞ്ചരിക്കാൻ കഴിയും. 4ാമത്തേത് പണി നടക്കുന്നു. 90,000 കോടി രൂപയുടെ അഡ്വാൻസ്ഡ് ടെക്നിക്കൽ വെസൽ ATV പദ്ധതിയിൽ പെട്ടതാണ് ഇതെല്ലാം. 40,000 കോടി മുടക്കിയിട്ട് 9,800 ടൺ ഭാരമുള്ള ആണവ അറ്റാക്ക് സബ്മറൈൻ കൂടി നമ്മൾ പണിയാൻ പോകുന്നുണ്ട്. ശരിക്കും ആക്രമണം നടത്താൻ കഴിവുള്ള മുങ്ങിക്കപ്പലുകൾ കൂടി, നിരീക്ഷണത്തിന് മാത്രമല്ല ആക്രമണം നടത്താനുള്ള ഈ ആണവ അറ്റാക്ക് സബ്മറൈൻസ് കൂടി നമ്മൾ പണിയാൻ പോകുന്നുണ്ട്. അത് 42,000 കോടി രൂപയുടെ വേറെ പദ്ധതി വരുന്നുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ
ചെയ്തിരിക്കുന്നത്. അല്ല, നമ്മൾ ഈ നാവികസേനയുടെ കരുത്ത് കൂട്ടാനുള്ള വലിയ ശ്രമങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ INS വിക്രാന്തിലേക്കായിട്ട് നമ്മൾ 26 റഫേൽ മറീൻ വിമാനങ്ങൾ വാങ്ങാൻ പോവാം. അതിൻ്റെ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. 26 വരും. അതുകൂടാതെ കേട്ടത് നമ്മൾ 272 സുഖോയ് വിമാനങ്ങൾ വാങ്ങാം. നമ്മൾ പിന്നെ തേജസിന്റെ വിമാനത്തിന് എഞ്ചിൻ ഇപ്പോൾ 30 MK1. പിന്നെയുള്ള ട്രയംഫ് മിസൈൽ വാങ്ങുന്നു റഷ്യയിൽ നിന്ന്. ബോയിങ്ങിൻ്റെ C-17 ഗ്ലോബ് മാസ്റ്റർ വാങ്ങുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് തന്നെ 31 MQ-9B പ്രഡേറ്റർ ഡ്രോണുകൾ വാങ്ങുന്നുണ്ട്. ഇതെല്ലാം നോക്ക്. പിന്നെ ലോങ് റേഞ്ച് മാരിടൈം പെട്രോൾ എയർക്രാഫ്റ്റ് വാങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, വലിയ പ്രൊക്യൂർമെൻറ്റ് നടത്താൻ പോകുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ കരസേന നമ്മുടെ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ സേനയാണ് നമ്മുടേത്. അത് കഴിഞ്ഞാൽ നാവികസേനയെ കടലിൻ്റെ സംരക്ഷണമാണ് ഇപ്പോൾ പ്രധാനമായും നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് തോന്നുന്നു. കടലിൽ ഒരുപാട് കാര്യങ്ങൾ, കടൽ ഭരിക്കുന്നവൻ ലോകം ഭരിക്കുന്ന പറയുന്നത്. ചൈന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വേറൊരു ദിവസം ആ കടലിൻ്റെ അടിയിലെ അവരുടെ സ്റ്റേഷനെ പറ്റിയും. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.